ലോകം കണ്ട ഏറ്റവും വലിയ കൊടിയ ഭീകരനായ ഫിർഔൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി, ആ നാട്ടിലെ ബനു ഇസ്രായേൽ സമൂഹത്തെ കിരാതമായ പീഡനങ്ങൾക്കിരയാക്കി. അങ്ങനെ കിരാതമായ പീഡനങ്ങൾക്ക് ബനു ഇസ്രായേൽ സമൂഹത്തെ വിധേയമാക്കിയപ്പോൾ കാലഘട്ടങ്ങൾക്ക് ശേഷം ഒരു വിമോചനമുണ്ട് എന്നും ആ വിമോചനം ഈ മണ്ണിൽ വെച്ച് തന്നെ ആയിരിക്കുമെന്നും ആ വിഭാഗത്തെ തന്നെ ഈ മണ്ണിന്റെ അവകാശികളാക്കുമെന്നുള്ള പടച്ചുറപ്പിന്റെ സുവിധിതമായ പ്രഖ്യാപനമാണ് ഈ ആയത്തിലൂടെ നാം വായിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ എല്ലാ കോണുകളിലും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് മർദ്ദിതമായ ഒരു വിഭാഗത്തെയാണ്. ലബനാനിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ, ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, ലോകത്തിലെ വലിയ പോലീസിന് മുമ്പിൽ, ലോക പോലീസിന് മുമ്പിൽ, ഇസ്രയേലിന് മുമ്പിൽ, അമേരിക്കയ്ക്ക് മുമ്പിൽ, ലോകത്തെ അഗ്നിതാണ്ഡവമാടാൻ മുന്നോട്ട് വരുന്ന ഏകാധിപതികളായ രാജാക്കന്മാരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളെ, ഒരുപാട് ജനങ്ങളെ ലോക സമൂഹത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം ഉൾപ്പെടുന്ന ഒരുപാട് ബഹുസ്വര സമൂഹം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അത്തരം ദുർബല ജനവിഭാഗത്തിന് വേണ്ടി തെരുവുകളിൽ പോരാടിയവരും റാലി നടത്തിയവരും പ്രതിഷേധ ആഹ്വാനങ്ങൾ നടത്തിയവരും ഒക്കെയാണ്. ഈ വിഭാഗം എന്നും തോൽക്കുന്നവരാണ് എന്ന് നാം ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ദുർബല ജനവിഭാഗം അത് ഫലസ്തീനിനാണെങ്കിലും ലബനാനിനാണെങ്കിലും ലോകത്തിന്റെ ഏതു കോണുകളിലാണെങ്കിലും അവർ എന്നും തോൽക്കുന്നവരാണ് എന്ന വിചാരധാര അത് വിശ്വാസത്തിന്റെ സംഹിതകൾക്ക് എതിരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 5-ാമത്തെ വാക്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഫറോവയുടെ കാലഘട്ടം ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അന്ന് ഫറോവ രാജ്യം വാഴുമ്പോൾ ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ജനവിഭാഗത്തെ 2 വിഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് കിബിത്തുകളാണ്, കോപ്റ്റ്സ്. 2 ബനു ഇസ്രായേലിയരാണ്. ഈ 2 ജനവിഭാഗങ്ങളാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഫറോവയുടെ നാട്ടിൽ ജീവിച്ചിരുന്നത്. അധികാരം നിലനിർത്തുകയാണ് എല്ലാ ഏകാധിപതികളുടെയും ലക്ഷ്യം. ഈ രാജ്യം എന്റേതാണ്, ഇവിടുത്തെ ജനങ്ങൾ എന്റേതാണ്, എന്നും എക്കാലവും ഞാൻ മാത്രമാണ് ഇവിടത്തെ നേതാവായി വാഴേണ്ടത് എന്നതാണ് ഏകാധിപതികളുടെ എക്കാലത്തെയും അംബീഷൻ, ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഫറോവയ്ക്കും ഉണ്ടായിരുന്നത്. താൻ നിലപാടുകൾ കൈക്കൊള്ളുന്ന, താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ, താൻ അധികാരം കൈക്കൊള്ളുന്ന തന്റെ രാജ്യം, ആ അധികാരത്തിന്റെ ചെങ്കോൽ മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു സമൂഹത്തിലേക്കോ മറ്റൊരു ജനങ്ങളിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകാധിപതിയായ ഫറോവ ഒരുപാട് നയങ്ങൾ അവിടെ കൊണ്ടുവന്നു. ആ നയങ്ങളിലെ പ്രധാനപ്പെട്ട നയമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന സിസ്റ്റം. നമ്മുടെ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ചരിത്ര പുസ്തകങ്ങളിൽ, വേൾഡ് ഹിസ്റ്റോറിക്കൽ പേജുകളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രങ്ങളുടെ വായനകൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ക്രമത്തിൽ ഈ രാജ്യത്തെ അധീനതയിൽപ്പെടുത്തിയെന്നും നമ്മൾ വായിക്കുമ്പോൾ, അതിനും എത്രയോ ഏറെ കാലഘട്ടങ്ങൾക്കപ്പുറം ഈജിപ്തിന്റെ മണ്ണിൽ ഫറോവ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ കിബിത്തുകളെയും ബനു ഇസ്രായേലിയരെയും ഫറോവ എന്ന് പറയുന്ന രാജാവ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഭരണ പ്രമേയത്തെ ആദ്യമായി കൊണ്ടുവന്നത് ഫറോവയാണ്. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായിട്ട് ആ ഡിവൈഡേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയഅ. 6666 പരമാത്മീയ വചനങ്ങളെ കോർത്തിണക്കിയ ലോകത്തിന്റെ പ്രകാശമായിട്ട് കടന്നുവന്ന, ലോക ചരിത്രങ്ങളെ തെളിവോടുകൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ വായനയ്ക്കിടയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വജഅല അഹ്ലഹാ ശിയഅ. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഫറോവയെ കുറിച്ചാണ്. ഫറോവ
കിബിത്തുകളെയും ബനു ഇസ്രായേലരെയും തമ്മിൽ രണ്ട് വിഭാഗങ്ങളായി വേർപെടുത്തി വിഭജനത്തിന്റെ രാഷ്ട്രീയം. ഇന്നും ഏകാധിപതികൾ മുറുകെ പിടിക്കുന്നത് ആ ആശയമാണ്, വിഭജനത്തിന്റെ രാഷ്ട്രീയം. ഒന്നായി ചേരുമ്പോഴാണ് ഒരു സമൂഹം ശക്തിപ്പെടുന്നത്. ഒരു രാജ്യത്തിലെ ജനങ്ങൾ എന്നും ഒന്നായി ചേർന്നാൽ ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ ഒരു ഏകാധിപതിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ഏകാധിപതികളും സോഷ്യൽ കൺട്രോൾ ഏർപ്പെടുത്തി, സാമൂഹികമായ നിയന്ത്രണം. ആ സാമൂഹികമായ നിയന്ത്രണത്തിന് വേണ്ടി ഏകാധിപതികൾ സ്വീകരിച്ച ഫോർമുലയാണ് ഡിവൈഡ് ചെയ്യുക, രാജ്യത്തെ ജനങ്ങളെ രണ്ടായി തരം തിരിക്കുക. ആ തരം തിരിവാണ് ആദ്യമായി ഫറോവ ആ രാജ്യത്ത് നടപ്പാക്കിയത്.